പെൺകുട്ടികൾ ഗർഭിണിയാവുന്നതും പ്രസവിക്കുന്നതുമൊക്കെ സർവ്വസാധാരണമായ കാര്യമാണ്. പക്ഷേ സുഭാഷിൻ്റെ മകളുടെ കാര്യത്തിൽ ഇത് ആ നാട്ടിലെ ചൂടേറിയ ഒരു സംസാര വിഷയമായിരുന്നു. അതിന് കാരണവുമുണ്ട്. ഈ സുഭാഷിൻ്റെ മോള് കല്യാണം കഴിച്ചിട്ടില്ല. മാത്രവുമല്ല, ഈ കുട്ടി പ്രസവിച്ച കുഞ്ഞുങ്ങളെ ആരും ഇതുവരെ കണ്ടിട്ടുമില്ല. ഇതിൻ്റെ സത്യാവസ്ഥ എന്തെന്ന് നാട്ടുകാരും അന്വേഷിക്കുകയാണ്. അവർക്കെല്ലാം ഒരുപാട് ചോദ്യങ്ങളുണ്ട്. എന്നാൽ ആ കുടുംബത്തിന് പോലും ഇതിൻ്റെ സത്യാവസ്ഥ അറിയില്ല. പാവം സുഭാഷ്. നമുക്ക് എന്തായാലും സുഭാഷിൻ്റെ വീട്ടിലെ അവസ്ഥ എന്തെന്ന് നോക്കാം. എൻ്റെ പേര് ഷീജ. ക്രൈം ത്രില്ലർ സ്റ്റോറീസ് കേൾക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും തരൂ. വെൽക്കം ബാക്ക് ടു ഷീജാസ് ക്രിയേഷൻസ്. 2 പെൺമക്കളാണ് സുഭാഷിനുള്ളത്. കഷ്ടപ്പെട്ടാണ് ഈ 2 പെൺപിള്ളേരെയും അങ്ങേര് വളർത്തുന്നത്. ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായ ഒരു വീട് മാത്രമാണ് സുഭാഷിനുള്ളത്. പക്ഷേ ആ മനുഷ്യൻ ജോലിക്ക് പോയി കിട്ടുന്ന പൈസ മുഴുവനും തൻ്റെ മക്കൾക്ക് വേണ്ടിയാണ് ചിലവാക്കുന്നത്. മക്കൾ എന്ത് പറഞ്ഞാലും സുഭാഷ് സാധിച്ചു കൊടുക്കും. അങ്ങനെ നോക്കി അച്ഛനെയാണ് മൂത്ത മകൾ ഈ നാണം കെടുത്തിയിരിക്കുന്നത്. എത്ര ചോദിച്ചിട്ട് ഈ കുട്ടി വാ തുറന്ന് ഒന്നും പറയുന്നില്ല. ഇപ്പോഴാണെങ്കിലോ ദാ മോള് വീണ്ടും 2ാമതും പ്രസവിച്ചു. അയാൾ എപ്പോഴും വിഷമിച്ചിരിപ്പു തന്നെ. നാട്ടുകാരാണെങ്കിൽ വീണ്ടും ഇത് തന്നെ ചായക്കടയിലും മറ്റുമൊക്കെ ഇരുന്ന് അങ്ങനെ കൊടുമ്പിരി കൊണ്ട് ചർച്ചയിലാണ്. വീണ്ടും സംശയങ്ങൾ നാട്ടുകാർക്ക് വരികയാണ്. ആ പെൺകുട്ടി ഇതാ വീണ്ടും പ്രസവിച്ചു. ഈ കൊച്ചുങ്ങളെയൊക്കെ അപ്പോൾ എവിടെ പോയി? ഇപ്പോൾ ചിലർ പറയുന്നു അവൾ തന്നെ ആ കൊച്ചുങ്ങളെയൊക്കെ കൊന്നു കാണുമെന്നേ. ചിലരൊക്കെ അത് കേട്ട് അന്തം വിട്ട് ചോദിക്കുകയാണ്, സ്വന്തം കൊച്ചുങ്ങളെ ഇങ്ങനെ ഈ പെൺകൊച്ചിനെ കൊന്നു? കൊള്ളാലോ അവള്. എന്തായാലും ആ സംസാരം അധിക നാൾ നാട്ടിൽ മാത്രം ഒതുങ്ങി നിന്നില്ല. ഇത് നേരെ പോലീസ് സ്റ്റേഷനിലും എത്തി. അവിടുത്തെ സ്റ്റേഷനിലെ മിടുക്കനായ CA ചന്ദ്രകുമാറാണ് ഈ കേസ് അന്വേഷിക്കാൻ ഇറങ്ങുന്നത്. കയ്യിൽ കിട്ടിയിട്ടുള്ള എല്ലാ കേസുകളും കീറി മുറിച്ച് പരിശോധിക്കുന്ന ആളാണ് ചന്ദ്രകുമാർ. വച്ച് താമസിപ്പിച്ചില്ല. ഈ കേസിൻ്റെ അന്വേഷണം ഉടനെ തുടങ്ങുകയാണ്. ആദ്യ ചുവടുവയ്പ് തന്നെ സുഭാഷിൻ്റെ മകളിൽ നിന്നും തന്നെയാണ്. പെൺകുട്ടിയോട് പല തരത്തിലുള്ള ചോദ്യങ്ങളും CA ചോദിച്ചു. ഈ 20ാമത്തെ വയസ്സിൽ വീണ്ടും പ്രസവിച്ചിരിക്കുകയല്ലേ, അപ്പോൾ ഈ കുട്ടികളൊക്കെ എവിടെ? കാമുകൻ്റെ പേരെന്ത്? ഒന്നിനും കുട്ടിക്ക് ഉത്തരവില്ല. കരച്ചിലല്ലാതെ മറ്റൊന്നും ആ കുട്ടിയുടെ ഭാഗത്തു നിന്നും ഇല്ല. പോലീസ് അവിടെ ഇനി ഒന്നും ചോദിച്ചിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കി അച്ഛനായ സുഭാഷിനോട് വിവരങ്ങൾ തിരക്കുകയാണ്. അയാൾക്ക് പറയാൻ ഒറ്റ മറുപടിയേ ഉള്ളൂ, സാർ എനിക്കൊന്നും അറിയില്ല. അവളോടൊന്നും ചോദിക്കാനും പറ്റൂല. കരച്ചിലോട് കരച്ചിലാണ്. ഇനി കൂടുതൽ വല്ലതും ചോദിച്ചാൽ എന്തെങ്കിലും കടുങ്കൈ ചെയ്ത് കളയുമോ എന്ന് പേടിച്ച് ഇപ്പോൾ ഞങ്ങൾ ആരും അവളോട് ഒന്നും ചോദിക്കില്ല. അപ്പോൾ പോലീസ് ചോദിച്ചു, ശരി, നിങ്ങൾക്കൊന്നും അറിയില്ല, എന്നാൽ നിങ്ങളുടെ മോള് പ്രസവിച്ചല്ലോ. ആ പ്രസവം എന്തായാലും ഒരു ആശുപത്രിയിൽ കൊണ്ടുപോകാതെ നടക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് ഏത് ആശുപത്രിയിൽ കൊണ്ടുപോയാണ് നടത്തിയത്? സുഭാഷ് അതിനൊരു ഉത്തരവും പറയാതെ മിണ്ടാതെ മാറിയിരുന്നു. പോലീസിൻ്റെ സമ്മർദ്ദത്തിന് മുന്നിൽ അയാൾ അവസാനം പറഞ്ഞു, സാർ, അത് ഇവിടെ അടുത്തുള്ള ഒരു സ്ത്രീ വന്നാണ് ഈ പ്രസവമൊക്കെ എടുത്തിരുന്നത്. ഇവിടെ അടുത്തുള്ള ഒരു സ്ത്രീ വന്നാണ് ഈ പ്രസവം എടുത്തത് എന്ന് കേട്ടതും പോലീസ് വീണ്ടും ഒരൊറ്റ ചോദ്യം കൂടി ചോദിച്ചു, ശരി, ഈ പ്രസവിച്ച കുട്ടികളൊക്കെ എവിടെ? സുഭാഷ് അതിനങ്ങ് ഉത്തരം മുട്ടിയതുപോലെ നിന്നു. ഇങ്ങനെ ഉത്തരം പറയാതെ നിന്നിട്ട് രക്ഷയില്ല എന്ന് മനസ്സിലായ സുഭാഷ് ഒരു നിർണായക വിവരം പുറത്തു വിടുകയാണ്. സാർ, എൻ്റെ മോൾ ഇവിടെ എങ്ങും അല്ല പ്രസവിച്ചത്, അതങ്ങ് തമിഴ്നാട്ടിലാണ്. പോലീസ് ചോദിച്ചു, തമിഴ്നാട്ടിലോ? തമിഴ്നാട്ടിലെവിടെ? സുഭാഷ് പറഞ്ഞു, ഐരാണിപുരം. അവിടെ എനിക്ക് പരിചയമുള്ള ഒരു ഡോക്ടറുണ്ട്, സലോമി. അവരാണ് എൻ്റെ മോളുടെ പ്രസവം എടുത്ത് എന്നെ സഹായിച്ചത്. ഇത് പോലീസിനെ ഈ കേസിൽ വളരെ സഹായിച്ച ഒരു വിവരമായിരുന്നു. പിന്നെ ഒട്ടും താമസിപ്പിച്ചില്ല, പോലീസ് ഐരാണിപുരത്തേക്ക് യാത്ര തിരിച്ചു. ഐരാണിപുരത്ത് പോലീസ് അന്വേഷിച്ച് ചെന്ന് നിന്നത് ശോഭാ ക്ലിനിക്കിൻ്റെ മുന്നിലായിരുന്നു. അവിടെ ചെന്നെങ്കിലും ക്ലിനിക്കിലോട്ട് പോലീസ് കയറിയില്ല. അല്ലാതെ കുറച്ച് ദൂരെ മാറി നിന്ന് ഈ ക്ലിനിക്കിൻ്റെ പ്രവർത്തനങ്ങളും കാര്യങ്ങളും ഒക്കെ സൂക്ഷ്മതയോടെ നിരീക്ഷിച്ചു. അവിടെ കുറച്ച് സ്ത്രീകളൊക്കെ കാത്തിരിപ്പുണ്ട്, പിന്നെ കുറച്ച് രോഗികളും. കൂടാതെ ഒരു കാര്യം ഇതിൽ പോലീസ് ശ്രദ്ധിച്ചത്, ഈ കാത്തു നിൽക്കുന്നതിൽ ഭൂരിഭാഗവും ഗർഭിണികളാണ്. അവരൊക്കെ വളരെ ക്ഷമയോടെ ഡോക്ടറിനെ കാത്തിരിക്കുകയാണ്. പോലീസുകാർ മഫ്റ്റിയിലാണ് ഈ ഡോക്ടറിനെ അന്വേഷിച്ച് പോയത്.
അതുകൊണ്ട് തന്നെ ആർക്കും ഒരു സംശയവും തോന്നാതെ 2 പോലീസുകാർ ആ പരിസരത്തുള്ള ആൾക്കാരോടൊക്കെ ഈ ഒരു ക്ലിനിക്കിനെ പറ്റിയും ഡോക്ടറെ പറ്റിയും ഒക്കെ തിരക്കി. എല്ലാവർക്കും നല്ല അഭിപ്രായം. കൂടാതെ അവിടെ ഇരിക്കുന്ന 2-3 പേരോടും ഡോക്ടറെ പറ്റി അന്വേഷിച്ചു. എല്ലാവർക്കും ഡോക്ടറെ പറ്റി പറയാൻ തന്നെ ഉത്സാഹം. ഞങ്ങളുടെ കാണപ്പെട്ട ദൈവമാണ് സലോമി ഡോക്ടർ. എന്ത് അസുഖമായിട്ട് വന്നാലും വരുന്നവർക്ക് ആശ്വാസം കിട്ടും. ഇങ്ങനെയൊക്കെയാണ് സലോമി ഡോക്ടറിനെ ആൾക്കാർ വാനോളം പുകഴ്ത്തുന്നത്. അതിൽ നിന്നും ഒരു കാര്യം പോലീസിന് പിടികിട്ടിയത് ഡോക്ടർ ചില്ലറക്കാരിയല്ല, എന്തോ ഒരു പ്രത്യേക കഴിവുള്ള ഒരു ഡോക്ടറാണ് നമ്മുടെ സലോമി ഡോക്ടർ എന്ന്. പോലീസ് നോക്കുമ്പോൾ ഡോക്ടറുടെ റൂമിൽ വളരെ അവശതയോടെയും വിഷമത്തോടെയൊക്കെ കയറി പോകുന്നവർ ഇറങ്ങി വരുന്നത് നല്ല തെളിഞ്ഞ മുഖമായിട്ടാണ്. സലോമി ഡോക്ടറിൻ്റെ ഭർത്താവാണെന്ന് തോന്നിക്കുന്ന ഒരാളാണ് അവിടെ വരുന്നവരെയൊക്കെ റൂമിലോട്ട് കടത്തിവിടുന്നത്. എന്തായാലും പോലീസ് ഒരു ദിവസം മുഴുവൻ ഈ ശോഭ ക്ലിനിക്കിനെയും അവിടുത്തെ സലോമി ഡോക്ടറെയും നിരീക്ഷിക്കാൻ തീരുമാനിച്ചു. ഒടുവിൽ പോലീസുകാരിൽ ഒരു പോലീസുകാരൻ തന്നെ ലോകത്ത് ഇന്ന് വരെ കണ്ടുപിടിച്ചിട്ടില്ലാത്ത, ഇന്ന് വരെ ലോകത്ത് ഇല്ലാത്ത ഒരു അസുഖം തനിക്ക് ഉണ്ടെന്നും പറഞ്ഞ് സലോമി ഡോക്ടറെ കാണാനായിട്ട് അകത്തേക്ക് കയറി. അത്ഭുതം ഒന്ന് പറയട്ടെ, ആ അസുഖത്തിനും സലോമി ഡോക്ടറുടെ കയ്യിൽ മരുന്നുണ്ട്. മരുന്നൊക്കെ കുറിച്ചു കൊടുത്തു. ഈ മരുന്നൊക്കെ അവിടെ തന്നെയാണ് ഉള്ളത്, അവിടെ നിന്നാണ് കൊടുത്തു വിടുന്നത്. മരുന്നൊക്കെ പോലീസുകാരനും കിട്ടി. അത് കൊടുത്ത ശേഷം അയാളോട് സലോമി ഡോക്ടർ പറഞ്ഞു, 2 ദിവസം കഴിഞ്ഞിട്ട് കുറവില്ലെങ്കിൽ വരണം, ഇവിടെ ഇഞ്ചക്ഷൻ ഉണ്ട്, ആ ഇഞ്ചക്ഷൻ എടുക്കണമെന്ന്. ഇത് കേട്ടതും മരുന്നും വാങ്ങി പോലീസുകാരൻ അവിടെ നിന്നും പുറത്തേക്ക് ചാടി. അതിനുശേഷം ടി.എ. ചന്ദ്രകുമാർ സാറിനോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായി, ഈ ഡോക്ടർ വ്യാജം തന്നെ. പിന്നെ ഒന്നും നോക്കിയില്ല, വന്ന പോലീസുകാരെല്ലാവരും കൂടി ക്ലിനിക്കിലേക്ക് കയറി. സലോമി ഡോക്ടറോട് സർട്ടിഫിക്കറ്റ് എടുക്കാൻ ആവശ്യപ്പെട്ടു. പോലീസല്ല എന്ന് കരുതി സലോമി ആദ്യം തർക്കിച്ചെങ്കിലും പിന്നീട് വന്നത് ആരാണെന്ന് മനസ്സിലാക്കി അവർ മിണ്ടാതെ നിന്നു. ഒടുവിൽ സർട്ടിഫിക്കറ്റിൻ്റെ കാര്യത്തിലും തീരുമാനമായി. സലോമി ഡോക്ടർ പറഞ്ഞത് കേട്ട് പോലീസ് അമ്പരന്നു. സാർ, ഞാൻ 4ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. 4ാം ക്ലാസ് വരെ പഠിച്ച സലോമി ഡോക്ടർ മെയിനായിട്ട് ആ ക്ലിനിക്കിൽ ചെയ്തിരുന്നത് ഗർഭം അലസിപ്പിക്കലും പ്രസവം എടുക്കലും ആയിരുന്നു. ചുരുക്കി പറഞ്ഞാൽ ഗൈനക്കോളജി വിഭാഗമാണ് കൈകാര്യം ചെയ്തിരുന്നത്. അതിലായിരുന്നു അവർക്ക് കഴിവ് കൂടുതലും. പിന്നെയുള്ള ചികിത്സകളൊക്കെ സൈഡായിട്ടായിരുന്നു. പോലീസ് പറഞ്ഞു, ഇതൊക്കെ വഴിയെ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങൾ വന്നത് വേറൊരു കാര്യത്തിനാണ്. ഈ ഫോട്ടോയിൽ കാണുന്ന പെൺകുട്ടിയെപ്പറ്റി എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടോ? CA കാണിച്ചത് സുഭാഷിൻ്റെ മോളുടെ ഫോട്ടോ ആയിരുന്നു. ഫോട്ടോ കണ്ട ഉടനെ തന്നെ സലോമി ഈ കുട്ടി എനിക്ക് അറിയാമെന്ന് പറഞ്ഞു. CA ചോദിച്ചു, ഈ പെൺകുട്ടിയെ നിങ്ങൾക്കെങ്ങനെ അറിയാം? ഇത് ഈ പെൺകുട്ടിയുടെ പ്രസവം ഞാനാണ് സാറേ നോക്കിയത്. 2 പ്രസവവും ഞാനാണ് എടുത്തത്. പോലീസ് ചോദിച്ചു, ആ കുട്ടികളൊക്കെ അപ്പോൾ എവിടെ? അതിന് സലോമി പറഞ്ഞത്, ആദ്യത്തെ പ്രസവത്തിലെ കുട്ടി അപ്പോഴേ മരിച്ചുപോയി. 2ാമത് പ്രസവിച്ച കുട്ടി ജീവനോടുണ്ട്. ഈ കുട്ടി ജീവനോടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടും CA ആ കുട്ടി എവിടെ എന്ന് ചോദിക്കുന്നതിന് മുന്നേ ചോദിച്ചത് ഈ കുട്ടികളുടെ അച്ഛൻ ആരാണ് എന്നായിരുന്നു. അതിന് സലോമി ഉത്തരം നൽകാതെ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു. അപ്പോൾ പോലീസ് പറഞ്ഞു, സത്യം പറഞ്ഞാൽ ഈ കേസിൽ മാപ്പുസാക്ഷിയാക്കാം നിങ്ങളെ. ഇത് കേട്ട് സലോമി പിന്നീടുള്ളതെല്ലാം പറയാൻ തുടങ്ങി. സലോമി പറഞ്ഞ കാര്യങ്ങൾ കേട്ട് പോലീസുകാരെല്ലാം ഞെട്ടിപ്പോയി. കാരണം ആർക്കും വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു ഈ കാര്യങ്ങളൊക്കെ. അവർ പറഞ്ഞത്, സാർ 5 വർഷം കൊണ്ട് ഈ കുട്ടി ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. അതിലൊരുപാട് ഗർഭം ഞാൻ ഈ കുട്ടിയുടെ അലസിപ്പിച്ചിട്ടുമുണ്ട്. പിന്നെ 2 പ്രസവവും എടുത്തു. ഇതിൽ നടന്നത് പോലീസ് പറയുന്നത് ഇങ്ങനെയാണ്. സുഭാഷ് മുൻപ് ചാത്തന്നൂരിൽ നിന്നുമാണ് ആദ്യ കല്യാണം കഴിച്ചത്. അതിലയാൾക്ക് 2 പെൺകുട്ടികളും ഉണ്ട്. ആ ബന്ധം ഉപേക്ഷിച്ച് ഇയാൾ പിന്നീട് ചെങ്കൽവിളയിൽ നിന്നും ഒരു സ്ത്രീയെ കല്യാണം കഴിച്ചു. ആ ബന്ധത്തിൽ 3 കുട്ടികളുണ്ട്. ഒടുവിൽ ആ ഭാര്യയും മക്കളെയും ഉപേക്ഷിച്ച് ഇയാൾ പിന്നെ വരുന്നത് പാറശാലയ്ക്കടുത്തുള്ള ഈ ഒരു സ്ത്രീയുടെ അടുത്തായിരുന്നു. ഈ സ്ത്രീ ഒരു സാധുവായിരുന്നു. വയസ്സായ അമ്മ മാത്രമേ അവർക്കുണ്ടായിരുന്നുള്ളൂ. ചോദിക്കാനും പറയാനൊന്നും ഇവർക്ക് ആരുമില്ല. അതുതന്നെ സുഭാഷിനൊരു വലിയ ആയുധമായിരുന്നു. അങ്ങനെ ഈ അമ്മയും മകളും താമസിക്കുന്ന വീട്ടിൽ വന്നിട്ട് ഇവരെ കല്യാണം ആലോചിച്ച് അങ്ങനെ ഇവർ വിവാഹം കഴിക്കുകയാണ് ചെയ്തത്. അതിലും 2 പെൺകുട്ടികളാണ് ഉണ്ടായത്. അതിലും മൂത്ത പെൺകുട്ടിയാണ് ഇയാൾ
ഈ കുട്ടിയുടെ 16-ാമത്തെ വയസ്സ് മുതൽ മൃഗീയമായി പീഡിപ്പിച്ചുകൊണ്ടിരുന്നത്. ആ ഇടിഞ്ഞു പൊളിഞ്ഞ വീട്ടിൽ അമ്മയും മുത്തശ്ശിയുമുള്ള ആ വീട്ടിൽ വച്ചാണ് സുഭാഷ് ഈ ഹീന പ്രവൃത്തി ചെയ്തുകൊണ്ടിരുന്നത്. ഈ 5 കൊല്ലത്തിനിടയിൽ എല്ലാ വർഷത്തിലും ഈ കുട്ടിക്ക് ഗർഭമുണ്ടാവുകയും അത് നേരത്തെ പറഞ്ഞ സലോമി ഡോക്ടറിന് കാശ് കൊടുത്ത് അലസിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അലസിപ്പിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് ഈ 2 പ്രസവവും നടന്നത്. അന്വേഷണത്തിൽ പോലീസ് പറയുന്നത് ഇങ്ങനെയാണ്: ഈ അമ്മയും മുത്തശ്ശിയും അനുജത്തിയുമുള്ള വീട്ടിൽ അവർക്കൊന്നും ഇതിനെതിരെ പ്രതികരിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. കാരണം എല്ലാം ഈ സ്ത്രീകൾക്ക് വരുമാനമൊന്നുമില്ല, എല്ലാം നോക്കിയിരുന്നത് സുഭാഷായിരുന്നു. എന്തേലും എതിർത്താൽ ഇയാൾ ഉപേക്ഷിച്ച് പോയാൽ ജീവിക്കാൻ വേറെ വഴിയില്ലാതെ വഴിമുട്ടി പോകും എന്ന് പേടിച്ചാണ് ഇവരിതിനെല്ലാം കണ്ടിട്ട് മിണ്ടാതിരുന്നത് എന്നാണ്. പിന്നീട് പോലീസിൻ്റെ അടുത്ത ചോദ്യം, ഒരു കുട്ടി പ്രസവത്തിൽ മരിച്ചു, 2ാമത് ജനിച്ച കുട്ടി ജീവനോടെ ഉണ്ടെന്നാണ്. അപ്പോൾ പോലീസ് സലോമിയെ വീണ്ടും ചോദ്യം ചെയ്യുകയാണ്. അതിൻ്റെ കണ്ടെത്തലിൽ പോലീസ് പറയുന്നത് ഇങ്ങനെയാണ്: ഈ സംഭവത്തിന് ശേഷമാണ് ഇവരെ ചോദ്യം ചെയ്തപ്പോഴാണ് ഈ കുഞ്ഞിനെ ഈ യുവതിയെ അവരുടെ ഹോസ്പിറ്റലിൽ കൊണ്ട് 20 ദിവസത്തോളം നിർത്തിയിരുന്നു. അവിടെ 20 ദിവസം അവരെ ഹോസ്പിറ്റലിൽ കൂട്ടി ഉണ്ടായിരുന്നു. അതിനുശേഷം അപ്പോഴേ ഈ കുഞ്ഞിനെ സ്കാൻ ചെയ്യാൻ കൊണ്ടുപോയി 8 മാസമായെന്നാണ് ഡോക്ടർ പറഞ്ഞത്, വ്യാജ ഡോക്ടർ പറഞ്ഞത്. എന്നാൽ ഇവരോട് പറഞ്ഞ 6 മാസമേ ആയുള്ളൂ, അബോർഷൻ ചെയ്ത് നിങ്ങളെ മോളെ ശരിയാക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് വ്യാജ ഡോക്ടർക്ക് ഈ കാര്യം മനസ്സിലായി. 8 മാസമായി. അപ്പോൾ 2 മാസം കൂടി അവിടെ വെയിറ്റ് ചെയ്ത് 9 മാസമായപ്പോഴേ കുഞ്ഞ് പ്രസവിച്ചു. നോർമലായിട്ടുള്ള പ്രസവമാണ്, ശാസ്ത്രീയ പരിശോധനയിലും അങ്ങനെയാണ് കാണുന്നത്. ആ പ്രസവിച്ചതിന് ശേഷം ഈ കുഞ്ഞിനെ വ്യാജ ഡോക്ടർ മറ്റ് കുഞ്ഞുങ്ങളില്ലാത്ത ഒരു ദമ്പതിമാർക്ക് കൊടുക്കുകയാണ് ചെയ്തത്. കുഞ്ഞിനെ കൊണ്ടുപോയ ദമ്പതികളുടെ അഡ്രസ്സ് പോലീസിന് സലോമി നൽകി. അത് അന്വേഷിച്ചെന്ന CA ചന്ദ്രകുമാരും സംഘവും കാണുന്നത് എല്ലാ സന്തോഷങ്ങളോടെയും സൗഭാഗ്യത്തോടെയും വളരുന്ന ഒരു മിടുക്കി പെൺകുട്ടിയെയാണ്. ആ ദമ്പതികൾ അങ്ങനെയാണ് ആ കുഞ്ഞിനെ അവിടെ വളർത്തുന്നതും. ഇത് മനസ്സിലാക്കിയ പോലീസ് പിന്നെ അവരോടൊന്നും ചോദിക്കാനോ അവരെ ശല്യപ്പെടുത്താനോ ഒന്നും പോയില്ല എന്നതാണ് സത്യം. പക്ഷേ യഥാർത്ഥ അമ്മയോട് പോലും കുഞ്ഞിൻ്റെ വിവരങ്ങളോ കുഞ്ഞ് ജീവനോടെ ഉണ്ടെന്ന് പോലും അറിയിച്ചിട്ടില്ല. കുഞ്ഞു മരിച്ചു എന്ന് തന്നെയാണ് ആ അമ്മ ഇപ്പോഴും കരുതിയിരിക്കുന്നത്. ശരിക്കു പറഞ്ഞാൽ ഇതെല്ലാം പുറത്തു വന്നതും പോലീസ് ഈ അന്വേഷണവുമായി ഇറങ്ങാനുള്ള കാരണക്കാരി മറ്റൊരാളായിരുന്നു. +2 പഠിക്കുന്ന കാലത്ത് ഈ പെൺകുട്ടി തൻ്റെ ഒരു കൂട്ടുകാരിയോട് ഏതോ ഒരു നിമിഷത്തിൽ തൻ്റെ ജീവിതത്തിൽ നടക്കുന്നതുമായ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ആ കൂട്ടുകാരി അതിൻ്റെ വീട്ടിൽ പറയുകയും പിന്നീട് അത് പോലീസിനെ അറിയിക്കുകയുമാണ് ചെയ്തത്. അങ്ങനെയാണ് ഈ കേസ് CA ചന്ദ്രകുമാറിൻ്റെ അരികിൽ എത്തുന്നത്. ഈ വ്യാജ ഡോക്ടർ ചമഞ്ഞ സലോമിക്കും അച്ഛനെന്ന് പറയാൻ പോലും അർഹതയില്ലാത്ത സുഭാഷിനും ജയിൽവാസവും കിട്ടി. ഈ ഒരു സംഭവത്തെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് കമൻറ്റ് ചെയ്യൂ. പുതിയൊരു ക്രൈം ത്രില്ലർ സ്റ്റോറിയുമായി വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.